ഖൽബ്, ഹൃദയം ശുദ്ധിയാക്കലാണ് ലക്ഷ്യം എന്ന് പറയാനുള്ള കാരണം സലിമാൻ പറയുകയാണ്, അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. മൻളറുർ റഹ്മാൻ ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് ഹൃദയം എപ്പോഴും ശുദ്ധിയായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഹൃദയം എന്നത് നമ്മുടെ ശരീരത്തിലെ രാജാവാണ്. മറ്റ് അവയവങ്ങളൊക്കെ അതിൻ്റെ പ്രജകളാണ്. രാജാവ് പറയുന്നത് പോലെയാണ് പ്രജകൾ അനുസരിക്കുന്നത്. അഥവാ ഹൃദയത്തിൽ നിന്നും ഒരു കാര്യത്തിന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള അവയവങ്ങളെല്ലാം അതിനൊത്തു പ്രവർത്തിക്കും. അതിന് ഹൃദയം ശുദ്ധിയാകണം. ഇപ്പോൾ നാം രാത്രി തഹജ്ജുദ് നമസ്കരിക്കണമെന്ന് നല്ല ഉറപ്പിച്ച് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന അലാറം വെക്കണമെങ്കിൽ അലാറം വെക്കും, അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കണമെങ്കിൽ, വിളിച്ചുണർത്താൻ വേണ്ടി ഏൽപ്പിക്കണമെങ്കിൽ അത് ചെയ്യും. എന്നിട്ട് അയാൾ വിളിക്കുമ്പോൾ എഴുന്നേൽക്കും, ആ കർമ്മത്തിൽ ഏർപ്പെടും. അത് ഹൃദയത്തിൽ ആ ഒരു തീരുമാനമെടുക്കുമ്പോഴാണ്. അതാണ് ഹൃദയമാണ് രാജാവ്. അതിനെ മറ്റുള്ള അവയവങ്ങളൊക്കെയും അതിനനുസരിക്കുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ ഹൃദയം ശുദ്ധിയാക്കിയിരിക്കണം. മൂന്നാമത്തെ കാരണം മഹാനവറുകൾ പറയുന്നത്, ഒരു മനുഷ്യന് ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് വരാനും അതുപോലെ തന്നെ ആ ഇബാദത്തിൽ ലദ്ദത്ത്, രസം അനുഭവിക്കാനും ഹൃദയം ശുദ്ധിയായാലേ പറ്റുകയുള്ളൂ. ഹൃദയം ശുദ്ധിയായ ആളിനെ ഇബാദത്തുകൾ ചെയ്യണമെന്ന് തോന്നൂ. ഇനി ചെയ്താൽ തന്നെ അതിൻ്റെ ലദ്ദത്ത്, അതിൻ്റെ രുചി ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റൂ. ഇതുകൊണ്ട് ഓരോ മനുഷ്യനും അവൻ്റെ ഹൃദയം ശുദ്ധിയാക്കിയിരിക്കണം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നിങ്ങളുടെ ബാഹ്യ രൂപങ്ങളിലേക്കല്ല നോക്കുന്നത്, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ആയതുകൊണ്ട് ഹൃദയം ശുദ്ധിയാക്കുന്ന വിഷയത്തിലാണ് ഓരോ മനുഷ്യനും ശ്രദ്ധ വെക്കേണ്ടത്. അതിലൂടെയാണ് അവന് ആലം മലക്കൂത്തിലേക്ക്, അദൃശ്യ ലോകങ്ങളിലേക്ക് കണ്ണു തുറക്കാൻ സാധിക്കുന്നത്, അകക്കണ്ണ് തുറന്നു കിട്ടുന്നത് എന്നാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. അതിന് സഹായിക്കുന്ന ഒരു കർമ്മമാണ് നോമ്പ്. കാരണം നോമ്പിലുള്ളത് ശൈത്താനെ ഒതുക്കാനുള്ള മാർഗങ്ങളാണ്. ഈ നോമ്പുകാരൻ്റെ മുഴുവൻ അവയവങ്ങളും ആ ഇബാദത്തിൽ പങ്കാളികളാകണം. അവൻ്റെ കണ്ണിന് നോമ്പായിരിക്കണം, അവൻ്റെ കാതിന് നോമ്പായിരിക്കണം, അവൻ്റെ കൈക്ക് നോമ്പായിരിക്കണം, അവൻ്റെ കാലിന് നോമ്പായിരിക്കണം. അങ്ങനെ എല്ലാ അവയവങ്ങളും ഈ നോമ്പിൽ പങ്കുകാരാകുമ്പോൾ ആ നോമ്പ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലാകും. അതിലൂടെ ഹൃദയ വിശുദ്ധി ഉണ്ടാവുകയും അങ്ങനെ ആ അകക്കണ്ണ് തുറന്ന്, ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്ന് ആലം മലക്കൂത്തിലേക്ക്, പിന്നെ അവിടെ നിന്ന് മുകളിലേക്കുള്ള ലോകങ്ങൾ, ആത്മീയ ലോകങ്ങൾ കീഴടക്കാനുള്ള വഴി തുറക്കുകയാണ് ഉണ്ടാവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം അങ്ങനെയുള്ള മഹാഭാഗ്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.